ദ ജേർണലിസ്റ്റിലേക്ക് റഷ്യയും ചൈനയും ഇറാനെ ഗംഭീരമായി സഹായിക്കുന്നുവെന്ന തിരിച്ചറിവിൽ ഞെട്ടിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കുന്ന വിധത്തിലേക്ക് കൃത്യതയോടുകൂടിയ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തന്നെയായിരുന്നു. കാരണം പണ്ടെങ്ങുമില്ലാത്ത വിധത്തിലുള്ള കൃത്യതയാണ് ഇറാൻ്റെ മിസൈൽ വർഷങ്ങൾക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ അതീവ രഹസ്യ കേന്ദ്രങ്ങളായിട്ടുള്ള ആയുധപ്പുരകൾ തകർന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ കപ്പലിന് നേരെയും ജെറാൾഡ് ഫോർഡ് കപ്പലിന് നേരെയുമൊക്കെ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ തുനിയുകയും അത് ഏറെക്കുറെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഭയന്നത് എങ്ങനെയാണ് ഇറാൻ ഇത്രയും കൃത്യതയോടുകൂടി മിസൈലുകൾ വർഷിക്കുന്നത് എന്നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ചൈനയുടെ നാവിഗേഷൻ സിസ്റ്റം അത് ഇറാൻ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യയുടെ സാറ്റലൈറ്റ് ഇമേജുകളുടെ സഹായം, അതുപോലെ തന്നെ റഷ്യയുടെയും ചൈനയുടെയും മറ്റ് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇറാൻ കൃത്യമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇസ്രായേലും അമേരിക്കയും എത്രയൊക്കെ ഇറാൻ്റെ മിസൈലുകളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചാലും ഇറാനെ കബളിപ്പിക്കാനുള്ള എന്തൊക്കെ തരം പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിച്ചാലും അതിനെയൊക്കെ അതിജീവിച്ച് കൃത്യതയുള്ള ആക്രമണം നടത്തി ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇറാൻ ഇപ്പോൾ ശേഷിയുണ്ട് എന്നു തന്നെ സാരം. അതായത് അമേരിക്കയും ഇസ്രായേലും കരുതിയതുപോലെ ഇറാനെ പരിപൂർണമായി തകർത്ത് കളയുക, ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ഗസയിലെ പാവങ്ങൾക്ക് നേരെ നടത്തിയതുപോലെ ഇറാന് നേരെ നടത്തുക, അതിനുശേഷം ഞങ്ങൾ യുദ്ധം ജയിച്ചേ എന്ന് പ്രഖ്യാപിക്കുക തുടങ്ങിയവയൊക്കെ വെറും സ്വപ്നങ്ങൾ പോലും ആകാൻ സാധ്യതയില്ല എന്നു തന്നെയാണ് ഇനി മനസ്സിലാക്കേണ്ടത്. കാരണം റഷ്യയും ചൈനയും കൃത്യമായി ഇറാനെ സഹായിക്കുന്നു എന്നതിൽ നിന്ന് കേവലം ഈ യുദ്ധമേഖലയിൽ അല്ലെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാറ്റലൈറ്റ് സഹായവും ഇൻ്റലിജൻസ് സഹായവും നാവിഗേഷൻ സഹായവും നൽകുന്നു എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ആയുധങ്ങൾ, അതായത് ഇറാൻ്റെ പക്കൽ ആയുധങ്ങൾ തീർന്നു, 90% ഇറാൻ്റെ മിസൈൽ പ്രഹരശേഷി കഴിഞ്ഞു, ഇറാൻ്റെ ആയുധങ്ങളെല്ലാം ഞങ്ങൾ തകർത്തു, ആയുധപ്പുരകളൊന്നും ബാക്കിയില്ല എന്നൊക്കെ അമേരിക്ക ഒരു വശത്ത് നിരന്തരമായി തള്ളിമറിക്കുമ്പോൾ മറുവശത്ത് ശക്തമായ ആക്രമണങ്ങൾ നടത്തി ഞങ്ങൾ ഇപ്പോഴും ലൈവാണ്, 6 മാസക്കാലത്തോളം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഇറാൻ പറഞ്ഞത് റഷ്യയുടെയും ചൈനയുടെയും ആയുധ സഹായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമായി ഉയരുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിമാരകമായ പ്രഹരങ്ങൾ ഇനിയും ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ ഉണ്ടാകുമെന്നു തന്നെ കരുതേണ്ടി വരും. കാരണം റഷ്യയെ സംബന്ധിച്ച് യുക്രൈനുമായി യുദ്ധം മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്ത് ഇറാൻ ഒരുപാട് ആയുധങ്ങൾ നൽകി സഹായിച്ചിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ്റെ സവിശേഷമായ നിരവധി ഡ്രോണുകൾ ആ സമയത്ത് റഷ്യയ്ക്ക് സഹായമായി നൽകിയിരുന്നു. അതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയിൽ ഈ യുദ്ധഘട്ടത്തിൽ ഇറാന് സവിശേഷമായ പല ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഉൾപ്പെടെ റഷ്യ തിരിച്ചു നൽകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് നൽകിക്കഴിഞ്ഞു, അത് ഇറാൻ പ്രയോഗിക്കുന്നുണ്ട് എന്നു തന്നെ കരുതേണ്ടി വരും. അതുപോലെ തന്നെ ചൈനയാണെങ്കിലും ചൈനയെ സംബന്ധിച്ച് ഇറാനിലെ എണ്ണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം വെനസ്വേലയിൽ നിന്നാണ് ചൈന ഏറ്റവും അധികം എണ്ണ വാങ്ങിച്ചിരുന്നത്. ആ വെനസ്വേല ഇപ്പോൾ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലകൾ, എണ്ണപ്പാടങ്ങൾ അല്ലെങ്കിൽ എണ്ണ മേഖലകൾ അമേരിക്ക പിടിച്ചെടുത്താൽ ചൈന പരിപൂർണമായി അമേരിക്കയ്ക്ക് അടിയറവ് വെക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന ഈ നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കേണ്ടത്, എതിർക്കേണ്ടത് രാഷ്ട്രീയപരമായി സാമ്പത്തികപരമായി ഒക്കെ ചൈനയുടെ കൂടി ആവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ പരിപൂർണമായി അമേരിക്ക പറയുന്നതൊക്കെ അനുസരിച്ചെങ്കിലേ ചൈനയ്ക്ക് എണ്ണ കിട്ടുന്നൊരു കാലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് അതോടൊപ്പം പാശ്ചാത്യ ശക്തികൾക്കെതിരെ അതിശക്തമായ പ്രബലമായ ഒരു പശ്ചിമേഷ്യൻ ചേരി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ചൈനയ്ക്ക് നേരത്തെ മുതൽ തന്നെയുണ്ട്. ആ എണ്ണ വിനിമയമൊക്കെ ചൈനീസ് നാണയമായ അല്ലെങ്കിൽ ചൈനീസ് കറൻസിയായ യുവാനിൽ നടത്തണമെന്ന് ഇറാൻ അടുത്ത് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയും ഇറാനും റഷ്യയും ഒക്കെ ചേരുന്ന ഒരു വലിയ ശാക്തിക ചേരിയുടെ ഉദയം അല്ലെങ്കിൽ പ്രബലമായ ആ ചേരി കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എപ്പോഴും ചൈനയ്ക്ക് ഗുണകരമാണ്. ഒപ്പം ഉത്തര കൊറിയയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന അറിയിപ്പും നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ പ്രസിഡന്റായിട്ടുള്ള കിം ജോങ് ഉൻ
അദ്ദേഹം ഒരു ഏകാധിപതിയാണെങ്കിൽ പോലും ഈ യുദ്ധ സാഹചര്യത്തിൽ ഇറാനൊപ്പമാണ് നിൽക്കുക, അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന കടന്നാക്രമണം, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ നടത്തുന്ന കടന്നാക്രമണം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ കിം ജോങ് ഉൻ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തര കൊറിയയിൽ നിന്ന് ആണവായുധങ്ങൾ അടക്കമുള്ളവ ഇറാനിലേക്ക് പോയിട്ടുണ്ടാകാമെന്ന് ട്രംപിൻ്റെ ഒരു മുൻ ഉപദേഷ്ടാവ് അടുത്തിടെ പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ റഷ്യയും ചൈനയും ഒക്കെ ചേർന്നുകൊണ്ട് ഇറാന് ശക്തമായ പിന്തുണ കൊടുക്കുകയും ഇറാൻ അമേരിക്കയെ അടിച്ചിടുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിന് ശക്തമായ പ്രഹരമേൽപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുകയാണ് എന്ന് കൃത്യമായി പറയാം. ട്രംപ് വിറങ്ങലിച്ച് നിൽക്കുകയാണ്, പെട്ടിരിക്കുകയാണ്, ഒരു രക്ഷയുമില്ലാത്ത വിധത്തിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ട്രംപ് ചൈനയുൾപ്പെടെയുള്ള 7 രാജ്യങ്ങളോട് ഹോർമുസ് കടലിടുക്കിൽ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, മറുവശത്ത് ഇറാനെ സഹായിച്ചു ചൈന എന്ന് കണ്ടെത്തിയിട്ട്, അല്ലെങ്കിൽ അത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി സമ്മതിച്ചിട്ടും ട്രംപ് ഒരു നാണവുമില്ലാതെ ചൈനയുടെ കാൽക്കൽ പോയി നിൽക്കുകയാണ്. കുറച്ച് നാൾ മുമ്പ് എന്തായിരുന്നു ട്രംപിൻ്റെ വീരവാദം? എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും തീരുവ വർദ്ധിപ്പിക്കുന്നു, ചൈനയ്ക്ക് തീരുവ വർദ്ധിപ്പിക്കുന്നു, ഇന്ത്യക്ക് തീരുവ വർദ്ധിപ്പിക്കുന്നു, സകലരെയും വെല്ലുവിളിക്കുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ അപ്പം പണി തരുമെന്ന് പറയുന്നു, ഇറാനുമായി സഹകരിച്ചാൽ തീർത്തു കളയുമെന്ന് പറയുന്നു. എന്നിട്ട് അതേ ട്രംപ് ഇപ്പോൾ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ ആ യുദ്ധത്തിലൊരു പിന്തുണ കിട്ടാൻ വേണ്ടി കരയുന്ന കാഴ്ച, അല്ലെങ്കിൽ ഈ യുദ്ധത്തിലൊരു പിന്തുണ കിട്ടാൻ വേണ്ടി തെണ്ടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചൈന ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങൾ, ജർമ്മനി, യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ അമേരിക്ക പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ഈ ഹോർമുസ് കടലിടുക്കിലേക്ക് കൊണ്ടുവരൂ, നമുക്ക് ഒന്നിച്ച് യുദ്ധം ചെയ്യാമെന്നാണ്. ഒരൊറ്റ രാജ്യവും അത് സമ്മതിച്ചിട്ടില്ല. ഞങ്ങളുടെ യുദ്ധക്കപ്പൽ വിട്ടുതരില്ല, ഈ യുദ്ധം വഷളാക്കാൻ, വിപുലീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചു എന്നൊരു വിവരം, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നൊരു ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ സജീവമാകുന്നുണ്ട്. ഇന്നലെ ഒരു കാപ്പി ഗ്ലാസും പിടിച്ചിട്ട് നെതന്യാഹു വന്നിട്ട് എന്തൊക്കെയോ പറയുന്നൊരു വീഡിയോ ലോകം മുഴുവൻ കണ്ടിരുന്നു. പക്ഷേ അതും ഡീപ്പ് ഫേക്ക് ആണ് എന്ന നിലയിൽ വാദങ്ങൾ വന്നു. അതേ സ്ഥാനത്ത്, അതായത് നെതന്യാഹു കപ്പ് പിടിച്ചിരിക്കുന്ന അതേ സ്ഥാനത്ത് പലരും അവരവരുടെ ഇമേജ് വെച്ചിട്ട് സമാനമായ രീതിയിൽ വീഡിയോകൾ പുറത്തിറക്കി. ആ വീഡിയോ ആണ്, ഡീപ്പ് ഫേക്ക് വീഡിയോ ആണ് എന്ന തരത്തിൽ പലതരത്തിലുള്ള ചർച്ചകളും വന്നു. നെതന്യാഹുവിൻ്റെ നെറ്റിയിൽ ചുളിവുകളില്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ 6 വിരലുകൾ വീണ്ടും ഒരു ഘട്ടത്തിൽ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. അതിനുശേഷം വീണ്ടും ഒരു വീഡിയോ കൂടി നെതന്യാഹുവിൻ്റെ ഐഡിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നു. അത് ജനങ്ങളുമായി സംസാരിക്കുന്ന വീഡിയോയാണ്. അപ്പോൾ പ്രധാനമായി ആ ഘട്ടത്തിൽ ഉയർന്നൊരു കാര്യം, ബെഞ്ചമിൻ നെതന്യാഹു ജീവനോടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചാനലുകൾ തത്സമയം കാണിക്കുന്ന ഇസ്രായേലിൻ്റെ സുരക്ഷാ യോഗങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിനു മുമ്പ് വിളിച്ചുകൊണ്ടിരുന്ന ഔദ്യോഗികമായ പ്രസ് മീറ്റുകൾ, യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ ട്രംപുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, ഇതൊന്നും എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഈ ചോദ്യമാണ് മറുവശത്ത് ശക്തമായിരിക്കുന്നത്. അതായത് നെതന്യാഹു മരിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇസ്രായേൽ ബോധപൂർവം ചില AI ക്ലിപ്പുകൾ ഉപയോഗിച്ച് ലോകത്തെ പറ്റിക്കുകയാണ് എന്നാണ് ഉയരുന്നൊരു വാദം. അല്ല എന്നുണ്ടെങ്കിൽ നെതന്യാഹുവിന് ലൈവായിട്ട് ഈ പറയുന്ന യുദ്ധ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തുവിട്ടുകൂടെ? ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന വീഡിയോ പുറത്തുവിട്ടുകൂടെ? യുദ്ധകാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന വാർ ക്യാബിനറ്റിൽ തത്സമയം പങ്കെടുത്തുകൂടെ? മാധ്യമപ്രവർത്തകരെ തത്സമയം കണ്ടുകൊണ്ട് വിശദീകരണം കൊടുത്തുകൂടെ? എന്തുകൊണ്ടാണ് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ പുറത്തുവിടുന്നത് എന്നൊരു വലിയ ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ സജീവമാകുന്നുണ്ട്. ആ വിഷയത്തിൽ പോലും ട്രംപ് കൃത്യമായൊരു നിലപാട് പറയുന്നില്ല എന്നുള്ളതും വളരെ വളരെ ശ്രദ്ധയോടുകൂടി ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമായി വേണം വിലയിരുത്താൻ. എന്തായാലും ഹോർമുസ് കടലിടുക്കിൽ ട്രംപിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാവുകയാണ്. ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. ഇന്ത്യയുടെ കപ്പലുകൾ 2 വിട്ടയക്കാൻ ഇറാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ കൂടുതൽ കപ്പലുകൾ വിട്ടയക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ അനിശ്ചിതത്വം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ എണ്ണവില കുതിച്ചുയരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന സൂചനകൾ പുറത്തു വരികയാണ്. ഇന്ധന കമ്പനികൾ പമ്പുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നത് നിർത്തി വിലക്കയറ്റം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ വന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇന്ധന വിലയിലൊക്കെ ഒരു വലിയ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം. പാചകവാതക സിലിണ്ടറിനും ക്ഷാമം നേരിടുന്നൊരു ഘട്ടത്തിലേക്ക് ഹോട്ടലുകളിലൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഗ്യാസിന്
ക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ യുദ്ധം പതിയെ ഓരോ മേഖലയെയും വലിയ തോതിൽ ബാധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യം. മറ്റ് രാജ്യങ്ങളിലും സമാനമായ അന്തരീക്ഷം ഉടലെടുക്കുകയാണ്. അമേരിക്കയിൽ ഇന്ധനവില കുതിച്ചുയർന്ന് കഴിഞ്ഞു. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അമേരിക്കയുടെ ഇന്ധന ടാങ്കുകൾ അല്ലെങ്കിൽ ഇന്ധന കപ്പലുകൾ മാത്രമല്ല, എണ്ണക്കപ്പലുകൾ മാത്രമല്ല, ഒരു ഒറ്റ കപ്പലുകളും മേഖലയിലൂടെ വിടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അതേസമയം തന്നെ ബാബൽ മന്ദബ് കടലെടുക്ക്, ചെങ്കടൽ ഉൾപ്പെടുന്ന പ്രദേശം ലോക്ക് ചെയ്യാൻ വേണ്ടി ഹൂത്തികളും കളത്തിലിറങ്ങുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വ്യാവസായികമായി, സാമ്പത്തികമായി, അതുപോലെ തന്നെ ഈ ഇന്ധനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ കൃത്യതയോടുകൂടിയുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലേക്കും അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കും നടത്തിക്കൊണ്ട് റഷ്യയും ചൈനയും കൂടെയുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ ഈ യുദ്ധത്തിൻ്റെ 17ാം ദിവസവും തങ്ങളുടെ പോരാട്ടം, പ്രതിരോധം, ആക്രമണം ഒരു തരത്തിലും അവസാനിപ്പിക്കാതെ കൂടുതൽ മേഖലകൾ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ അമേരിക്കയുടെ പ്രഖ്യാപനങ്ങളൊക്കെ ജലരേഖയായി മാറുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ തുറന്നുവിടാൻ ഞങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞത് എങ്ങും എത്താതെ പോകുന്നു. അതുപോലെ തന്നെ അമേരിക്ക പറയുന്ന പല കാര്യങ്ങളും, അതായത് ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകും, ഇറാൻ പിടിച്ചെടുക്കും, ഇറാനെ തച്ചുടയ്ക്കും, ഇറാനെ തീർക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒന്നുമല്ലാതായി പോവുകയാണ്. ഇറാനിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ഭരണം പിടിച്ചെടുക്കാനോ അവിടെ നിന്നുള്ള തിരിച്ചടി തടയാനോ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇറാൻ കുറെ കൂടി ഷാർപ്പായി മുന്നോട്ട് പോകുന്ന സാഹചര്യം വർദ്ധിക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനിയും ഒരുപാട് പ്രഹരങ്ങൾക്ക് കാരണമാകും.